ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഷെഫ് പിള്ളയുടെ ഹോർലിക്സ് പാലട പായസം കഴിച്ചിട്ടുണ്ടോ? അത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഹോർലിക്സ് ചേർത്ത് ഒരു സേമിയ പായസം ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഓണസദ്യയ്ക്ക് വേണ്ടി ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹോർലിക്സ് സേമിയ പായസമാണ്. സേമിയ പായസം എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതിൽ ഹോർലിക്സ് കൂടി ചേർക്കുമ്പോൾ കിട്ടുന്ന രുചി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. കട്ടിയുള്ളതും നല്ല ക്രീമി ആയിട്ടുള്ളതുമായ ഈ പായസം ഓണസദ്യയ്ക്ക് ഒരു അടിപൊളി ഡെസേർട്ടാണ്. ഹോർലിക്സ് ചേർത്ത പായസം എങ്ങനെയായിരിക്കും എന്നറിയാൻ ആകാംക്ഷയുണ്ടോ? എങ്കിൽ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ 120 ml കപ്പിന് ഒരു കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാനിലിട്ടിട്ട് നമുക്ക് ചൂടാക്കി എടുക്കണേ. നല്ലൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ പതുക്കെ ഇങ്ങനെ വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അധികം നിറം മാറേണ്ട ആവശ്യമില്ല, ചെറിയൊരു ഗോൾഡൻ കളർ വന്നാൽ മതി. ഇങ്ങനെ നെയ്യിലൊന്ന് വറുത്തെടുത്ത അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിലോട്ട് ഇതാ ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചെടുത്ത് വീണ്ടും വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു ബ്രൗൺ കളർ ആയിരിക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി പാലാണ് കേട്ടോ ചേർത്തി കൊടുക്കേണ്ടത്. 2 കപ്പ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 250 ml കപ്പാണ്. അപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ ആകെ 500 ml പാലാണ് കേട്ടോ. പാല് നല്ല തിളപ്പിച്ചറിയ പാലാണ് എടുത്തിരിക്കുന്നത്. പാല് ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളച്ചെടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കാം. ഏലക്ക ചേർക്കുമ്പോൾ പായസത്തിന് നല്ലൊരു മണവും രുചിയും കിട്ടും. ഇപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ, അത് നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ സേമിയ ഒരു 6-7 മിനിറ്റോളം നന്നായിട്ട് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാനുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തി കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയാണ് ഹോർലിക്സ് ചേർത്തി കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം ഹോർലിക്സും കൂടി ചേർത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി അലിഞ്ഞ് ചേർന്ന് ഒത്തുചേരുമ്പോൾ ഇത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാൻ. നമ്മൾ കാരമലൈസ് ചെയ്തതും പിന്നെ നമ്മുടെ ഹോർലിക്സും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതാ പായസത്തിലോട്ടും കൂടി ചേർത്തി കൊടുക്കാം. ഇനി എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റോളം കൂടി തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഹോർലിക്സും ചേർത്ത് പായസത്തിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഹോർലിക്സിൻ്റെ നല്ലൊരു മണവും കാരമലിൻ്റെ പ്രത്യേക ഫ്ലേവറും കൂടി പായസത്തിന് കിട്ടും. ഈ മണം വരുമ്പോൾ തന്നെ പായസം എത്ര രുചികരമായിരിക്കുമെന്നും മനസ്സിലാകും കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് പാനിൽ നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് മുന്തിരി ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കാം. മുന്തിരിയൊക്കെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. മുന്തിരി ഒന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ മാറ്റി വെക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പ് നമുക്ക് ചേർത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ മക്കൾസിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ മുന്തിരി മാത്രം ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മുന്തിരിയും കശുവണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്തി കൊടുത്ത് നമ്മൾ പായസത്തിലൂടെ ചേർത്ത് ഇതാ വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമ്മുടെ സ്പെഷ്യൽ ഹോർലിക്സ് സേമിയ പായസം സെർവ് ചെയ്യാം. മുകളിൽ നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത മുന്തിരി കൂടി ചേർത്തെടുക്കാൻ നല്ലൊരു മണവും നിറവും വന്നിട്ടുണ്ടല്ലോ. കാണാൻ തന്നെ സൂപ്പറാണ്. ഓണസദ്യക്ക് തയ്യാറാക്കുന്ന ഈ വ്യത്യസ്തമായ പായസം നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇപ്പോൾ പായസം കുറച്ച് ലൂസായി തോന്നുന്നുണ്ടെങ്കിലും ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി കട്ടിയായി നല്ല തിക്ക് കൺസിസ്റ്റൻറ്റിലേക്ക് വരും. എല്ലാവരും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഹോർലിക്സ് സേമിയ പായസം ഇതാ റെഡിയായി കഴിഞ്ഞു. സാധാരണ സേമിയ പായസത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഹോർലിക്സും കാരമലൈസും പഞ്ചസാരയും ചേർത്തപ്പോൾ നല്ലൊരു പ്രത്യേക മണവും രുചിയും തന്നെയാണ് കിട്ടിയത്. വ്യത്യസ്തമായ പായസം പരീക്ഷണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഹോർലിക്സ് സേമിയ പായസം തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബങ്ങളിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതേപോലെയുള്ള പുതിയ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു.